നമ്മൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് സാന്റാക്ലോസിന്റെ തീം കേക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കപ്പ് മൈദ, 1/2 കപ്പ് മൈദ, ടോട്ടൽ 1.5 കപ്പ് മൈദ. ഇത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഇത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, 3 മുട്ട. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് എടുക്കാം. ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 തവണ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്താലോ? ഞാനൊരു ബൗളിലേക്ക് 3 മുട്ട ഒഴിച്ചിട്ടുണ്ട്. ഇത് 1/4 കപ്പ് പഞ്ചസാരയാണ്. പൊടിച്ചത് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ പൊടിക്കാത്തതാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഇത് റോസ് മിൽക്കിന്റെ ഫ്ലേവർ ആണ്. ഇതൊരു 2 ഡ്രോപ്സ് ഒക്കെ മതിയാവും. റോസ് മിൽക്കിന്റെ ഫ്ലേവർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ മുട്ട ബീറ്റ് ചെയ്ത് ബൗൾ ചെറുതായി പോയി. അതുകൊണ്ട് ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റി. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മാവ് ഒത്തിരി ഹാർഡായി പോയി. അപ്പം ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള 2 ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ബേക്കിംഗ് ടിൻ ഒന്ന് ഗ്രീസ് ചെയ്ത് എടുക്കാം. ഒരുപാട് തേക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കേക്ക് മൊരിഞ്ഞു പോകും. ഇനി നമുക്ക് ബട്ടർ പേപ്പർ വെക്കാം. ഇനി നമുക്ക് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് ഈ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബബിൾസ് കാണും. അതുകൊണ്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു തട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇപ്പൊ ഞാൻ കുക്കർ
നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റ് കൊണ്ട് ആയി കിട്ടും. പിന്നെ വിസിലും വെക്കണ്ട. ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അല്പം തണുത്തതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്ത് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനിത് 3 ലെയറായിട്ട് മുറിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. One cup whipping cream ഇതിലേക്ക് ഇടാം. പിന്നെ ഹാഫ് കപ്പ് ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് റോസ്റ്റ് മിൽക്കിന്റെ എസൻസ് ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല കളർ. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പൊ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ കേക്ക് ബോളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കണം. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ കേക്കിന്റെ ലെയേഴ്സിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ക്രം കോട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ സാൻഡയുടെ താടിയും ക്യാപ്പും ഒക്കെ വരയ്ക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരു ക്രം കോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സാൻഡയുടെ ക്യാപ്പിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് വിപ്പിംഗ് ക്രീം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ സൂപ്പർ റെഡിൻ്റെ കളറാണിത്. ഇത് ഞാൻ ഒരു ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിക്കുകയാണ്.
കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 5 ഡ്രോപ്സ് ആണ് യൂസ് ചെയ്തത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നോസിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫ്ലവറിന്റെ ഷേപ്പിലാണ് ഇത് കിട്ടും. ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് വെക്കാം. നമുക്ക് ഈ എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഈ പൈപ്പിംഗ് ബാഗ് ഒരു ഗ്ലാസ്സിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഞാനത് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ സാൻഡയുടെ ഒരു ചെറിയ ഔട്ട്ലൈൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാപ്പിൽ ഒരു റെഡ് കളർ ഡിസൈൻ കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ക്രിസ്മസ് കേക്ക് അല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു സ്പെഷ്യലായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണിത്. ഇത് ഒരു പീസ് 70 റുപ്പീസാണ് ഇതിൻ്റെ വില. ഇത് നമുക്ക് ഈ കേക്ക് ബോർഡിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴയ ഐസ്ക്രീമിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് നമ്മളിതിൽ ഒരു കളർ അടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രൗൺ കളറാണ് എടുക്കുന്നത്. ഇനി നമുക്കൊരു ചെറിയൊരു കേക്ക് ബോർഡും കൂടി അതിൻ്റെ മുകളിലേക്ക് ഫിക്സ് ചെയ്യാനുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ്സിലായിട്ട് ഞാൻ കുറച്ച് ഗിഫ്റ്റും കുറച്ച് ഡെക്കറേഷൻസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നേരത്തെ ഉണ്ടാക്കി വെച്ച് കേക്ക് ബോർഡിലേക്ക് നമ്മുടെ കേക്ക് വെച്ചിട്ടുണ്ട്.
ടേസ്റ്റ് ആയിട്ടുണ്ട്.